തൃശൂർ അയ്യന്തോളിൽ ഗവർണർക്കെതിരെ എസ്.എഫ്.ഐയുടെ പ്രതിഷേധം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയെന്നാണ് അറിയാൻ കഴിയുന്നത്. എം.എസ്. ലിഷോയിയുണ്ട്. ലിഷോയി സർവകലാശാലയിലേക്ക് ഇപ്പോൾ എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്നും എത്തിയ ശേഷമാണോ കാർഷിക സർവകലാശാല പരിപാടിക്ക് എത്തുമ്പോഴാണോ ഈ പ്രതിഷേധമുണ്ടായത്? എത്ര നേരം പ്രതിഷേധം നീണ്ടു? എസ്.എഫ്.ഐയുടെ ഭാഗത്ത് നിന്ന് എത്ര വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു? കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങ് തൃശൂർ ഹയാത്ത് റീജൻസിയിലാണ് നടക്കുന്നത്. അയ്യന്തോളിലുള്ള ഹയാത്ത് റീജൻസിയിലേക്ക് ഗവർണർ രാമനിലയത്തിൽ നിന്ന് വാഹനത്തിലൂടെ പോകുമ്പോഴായിരുന്നു ഈ പ്രതിഷേധം ഉണ്ടായിരുന്നത്. വാഹനത്തിൽ പോകുന്ന സമയത്ത് അയ്യന്തോൾ ജംഗ്ഷനിൽ വെച്ച് എസ്.എഫ്.ഐ പ്രവർത്തകർ ഗവർണറുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടി കരിങ്കൊടി കാണിക്കാനായുള്ള ശ്രമമാണ് നടത്തിയത്. പക്ഷേ വലിയൊരു പോലീസ് സന്നാഹം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ശ്രമം പോലീസ് തടയുകയും ചെയ്തു. ഗവർണറുടെ വാഹനം കടന്നു പോയതിനു ശേഷം പിന്നീട് അവിടെ ഉണ്ടായിരുന്ന എസ്.എഫ്.ഐ പ്രവർത്തകരെ 10ഓളം എസ്.എഫ്.ഐ പ്രവർത്തകരാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരെ പിന്നീട് പോലീസ് അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കി. ഇപ്പോൾ നിലവിൽ സ്ഥലത്ത് സംഘർഷാവസ്ഥയില്ല. ശരി, ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കേരള സർവകലാശാല സെനറ്റിലെ ആ പ്രതിഷേധം. അതിന് പിന്നാലെ ഇപ്പോൾ കാർഷിക സർവകലാശാലയിലേക്ക് ഗവർണർ എത്തുമ്പോഴാണ് അവിടെയും എസ്.എഫ്.ഐയുടെ പ്രതിഷേധം അയ്യന്തോളിൽ കാണാൻ കഴിഞ്ഞത്. പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കാർഷിക സർവകലാശാലയിലേക്ക് എത്തുമ്പോഴാണ് ഇങ്ങനെ വലിയൊരു പ്രതിഷേധം രൂപപ്പെടുന്നത്. ആ പ്രതിഷേധത്തിന് പിന്നാലെ ഇപ്പോൾ എസ്.എഫ്.ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഗവർണർ എത്തുമ്പോൾ പ്രതിഷേധമുണ്ടാകും എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ എസ്.എഫ്.ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉണ്ടാകുന്നത്. എം.എസ്. ലിഷോയി തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ലിഷോയി തുടർന്നുമുള്ള പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടോ? ഗവർണർ ഇനി തിരികെ പോകുമ്പോഴോ അങ്ങനെയൊക്കെയുള്ള മുൻകരുതലുകൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എടുക്കുന്നുണ്ടോ? ഗവർണർ ഗോബാക്ക് മുദ്രാവാക്യം വിളികളുമായിട്ടാണ് എസ്.എഫ്.ഐ ഇപ്പോൾ ഗവർണർക്ക് നേരെ പ്രതിഷേധം അയ്യന്തോളിൽ തൃശ്ശൂരിൽ നടത്തിയിരിക്കുന്നത്. ഗവർണർ ബിരുദദാന ചടങ്ങുമായി ബന്ധപ്പെട്ട് മണ്ണുത്തി സർവകലാശാലയിലേക്ക് പോകും വഴിയാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഗവർണർക്ക് വലിയ സുരക്ഷയാണ് ഇപ്പോൾ പ്രതിഷേധങ്ങളുടെയൊക്കെ ഭാഗമായി പല ജില്ലകളിലുമുള്ള പരിപാടികളിലേക്കൊക്കെ പോകുമ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് കനത്ത സുരക്ഷാ വലയത്തിൽ തന്നെ പ്രവർത്തകരുടെ പ്രതിഷേധത്തെ മാറ്റാനും കഴിഞ്ഞിരിക്കുകയാണ്.